ഈ ചാനലിൽ മുമ്പൊരിക്കൽ വിക്രത്തിന്റേതായി ഞാൻ അവസാനമായി കണ്ടത് ഇരുമുഖൻ എന്ന സിനിമയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞ വീഡിയോയുടെ കീഴെ ഏറ്റവും കൂടുതൽ വന്ന കമന്റ് ബ്രോ മഹാൻ എന്ന സിനിമ നിങ്ങൾ കാണണം, അതൊരു സംഭവം സിനിമയാണ് എന്നൊക്കെയായിരുന്നു. എന്നാൽ സിനിമ ഡൗൺലോഡ് ചെയ്ത് കാണുന്ന ശീലമില്ലാത്ത പലതരം OTT-കളൊന്നും കൈവശമില്ലാത്ത എനിക്ക് ആ ഒരു സിനിമ ഇനി കാണുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെയായിരുന്നു. പക്ഷെ സാഹചര്യവശാൽ ഞാൻ ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് ഒരു ടിവിയും അതിൽ പല OTT-യും കൂട്ടത്തിൽ ആമസോൺ പ്രൈമും ഉള്ള സ്ഥിതിക്ക് എപ്പോഴും എന്റെ ഫോളോവേഴ്സ് എന്നോട് കാണാൻ പറഞ്ഞ ആ ഒരു സിനിമ കണ്ടു കളയാമെന്ന് ഞാൻ കരുതി. അപ്പൊ പറയാൻ പോകുന്നത് മഹാനെ പറ്റിയാണ്. അങ്ങനെ പടം ആദ്യത്തെ ഒരുപാട് നേരം എന്ന് വെച്ചാൽ മുഴുവൻ ഫസ്റ്റ് ഹാഫും എന്ന് വേണമെങ്കിൽ പറയാം, ഒരു രീതിയിൽ പടം മുന്നോട്ട് പോവുകയാണ്. എനിക്ക് കാർത്തിക് സുബ്രാജ് പടം എന്ന് വെച്ചാൽ അത് പേട്ടയാണ്. സോ ആ സിനിമയിൽ കണ്ട പോലെ അല്ലെങ്കിൽ അതിന്റെ പകുതിയെങ്കിലും വരുന്ന ഹൈ മൊമെന്റ്സിന് വേണ്ടി ഞാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. പടം പക്ക ബോറിംഗ് ആയിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു ഫ്ലാറ്റ് ലൈൻ ത്രില്ലടിപ്പിക്കുന്ന ഇത് ഇനിയും മുന്നോട്ട് കാണണമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഘടകവും അതിലില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഘട്ടത്തിൽ വെച്ച് നമ്മുടെ ധ്രുവ് വിക്രമിന്റെ എൻട്രി. ആൾ ഈ പടത്തിലുള്ളത് എനിക്ക് നേരത്തെ അറിയാവുന്നത് കൊണ്ട് ആ എൻട്രിയിൽ എനിക്ക് വലിയ ആവേശമൊന്നും തോന്നിയില്ല. പിന്നെ ഇതും കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ടും പുള്ളിയുടെ മോട്ടീവും ആള് വളർന്നു വന്ന സാഹചര്യവും ഒക്കെ കാണിച്ചു. അത് കഴിഞ്ഞ് പടം വീണ്ടും പ്രസന്റിലേക്ക്. അവിടുന്ന് അങ്ങോട്ട് ഈ പറഞ്ഞ വിക്രമിന്റെ മകന്റെ ഒന്നൊന്നര പെർഫോമൻസ് ആയിരുന്നു. സത്യം പറയാലോ, ഞാൻ എത്രയോ കാലമായി ഒരു സിനിമ കണ്ടിട്ട് അതിലെ വില്ലനെ കാണുമ്പോൾ ഇയാളാണല്ലേ വില്ലൻ, കുഴപ്പമില്ല, നായകൻ ഇയാളെ ശരിയായിക്കോളും എന്ന ചിന്തയ്ക്ക് അപ്പുറത്തേക്ക് ഇവനെ എങ്ങനെയെങ്കിലും ആരെങ്കിലും ഒന്ന് പിടിച്ചു വെക്കണം, പറ്റുമെങ്കിൽ ഇവനൊന്ന് തട്ടിക്കളഞ്ഞിരുന്നെങ്കിൽ അത്രയും നന്നാകുമായിരുന്നു എന്ന് ചിന്തിച്ചിട്ട് അങ്ങനെ എന്നെ കൊണ്ട് ചിന്തിപ്പിച്ചൊരു വില്ലനിസമായിരുന്നു പുള്ളി പിന്നീട് സിനിമയിൽ അങ്ങോട്ട് കാണിച്ചിരുന്നത്. അതും പല ഘട്ടത്തിലും ഒരു വിക്രം സിനിമയിൽ വിക്രത്തിന്റെ മേലെ അയാളെ ഒരു നോക്കുകുത്തിയായി വെച്ചുകൊണ്ട് അയാളുടെ മകൻ സ്കോർ ചെയ്യുന്നതാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത്. ഇതിനിടയിൽ നായകന് ഒരു കൃത്യമായ ഒരു കോൺഫ്ലിക്ട് നേരിടേണ്ടി വരുന്നുണ്ട്. അതായത് മകൻ വേണോ കൂടെയുള്ളവർ വേണോ എന്ന നിലക്ക് അതിനൊരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നതിനിടയിൽ അത് വല്ലാതെ ബാക്ക്ഫയർ ചെയ്യുന്നു. ഇതിനെല്ലാം കാരണം ഇതിലെ വില്ലൻ ധ്രുവ് വിക്രം. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഈ ഒരു കോംപ്ലിക്കേറ്റഡ് സാധനം ഇവരെങ്ങനെ കൺക്ലൂഡ് ചെയ്ത് വെക്കുമെന്ന് ചിന്തിച്ചിരിക്കുന്നിടത്ത് പ്രീ ക്ലൈമാക്സ് രംഗത്ത് ബോബി സിംഹയും വിക്രമും തമ്മിൽ ഒരു കൺഫ്രണ്ടേഷൻ സീൻ വരുന്നുണ്ട്. ആ സീനിന്റെ അവസാനം ഇതെന്ത് പടമാട് എന്നെനിക്ക് പെട്ടെന്ന് തോന്നിയെങ്കിലും നമ്മുടെ യഥാർത്ഥ വില്ലനോടുള്ള ദേഷ്യം 10 മടങ്ങ് കൂടുകയാണ് ചെയ്തത്. എന്തിന്? ആ ഒരു സീനിന് ശേഷം നായകനോട് വരെ നമുക്ക് ദേഷ്യം തോന്നി. പറ്റുമെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ വന്ന് ഇവരെ എല്ലാവരെയും തട്ടിക്കളഞ്ഞിരുന്നെങ്കിൽ നന്നായേനെ എന്ന് തോന്നിക്കുന്ന ഒരു അവസ്ഥ. പക്ഷെ അധികം വൈകാതെ തന്നെ നായകൻ ക്ലൈമാക്സിൽ തന്റെ ലീഡ് തിരിച്ചു പിടിക്കുന്നു. ശുഭം. ചുരുക്കി പറഞ്ഞ സിനിമയുടെ തുടക്കത്തിലെ സംഗതികൾ കണ്ടിട്ട് ഇത് എന്ത് സിനിമയാണ് ഇവന്മാരെ എനിക്ക് സജസ്റ്റ് ചെയ്തതെന്ന് വിചാരിച്ചെടുത്ത് നിന്ന് മുഴുവൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് വർത്തായിരുന്നു എന്ന് തോന്നിപ്പിച്ചൊരു സിനിമ. അതായിരുന്നു മഹാൻ.